നമസ്കാരം. അങ്ങനെ 2,78,00,000 രൂപ കരിമണൽ കമ്പനിയിൽ നിന്നും വീണയുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയെന്നും വീണയുടെ എക്സാലോജിക് എന്ന കമ്പനി നഷ്ടത്തിലായിരുന്നു എന്നും SFIO അന്വേഷണ റിപ്പോർട്ടും വന്നു. ഇനി എന്തൊക്കെ അന്വേഷണ റിപ്പോർട്ടുകൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞാലും അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ വെറൈറ്റി മോഡൽ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായിട്ട് അന്തം കമ്മികൾ ഇവിടെ ഇനിയും അണിനിരക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ, കേരളത്തിലെ ഇന്ത്യയിലെ മാത്രമല്ല ഈ ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ, പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുന്തമുനയാണ് സഖാവ് പിണറായി. അതെ, കുന്തമാണ് പിണറായി. കുന്തം, വെറും കുന്തമല്ല, കുന്തത്തിന്റെ മുന. വെറും മുനയല്ല, തുരുമ്പിച്ച മുന. അല്ല മാസ്റ്റർ, വീണയുടെ അക്കൗണ്ടിൽ കോടികൾ വന്നതിന് പിണറായിയുടെ കുന്തത്തിന്റെ കാര്യം ഇപ്പൊ പറയുന്നത് എന്തിനാ? അങ്ങേരെ നിങ്ങൾ ജയിലിൽ കയറ്റി അടങ്ങൂ അല്ലേ? പിണറായിയെ തകർക്കാം, വ്യക്തിപരമായിട്ട് ആക്രമിക്കാം, അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർക്കാം എന്ന ധാരണ ഈ കേരളത്തിൽ വിലപ്പോവില്ല. വില ഉണ്ടെങ്കിലല്ലേ അത് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ പിണറായി വിജയനെ ആര് വ്യക്തിപരമായിട്ട് ആക്രമിച്ചെന്നാണ് പറയുന്നത്? നമ്മുടെ മോഡൽ രക്ഷാപ്രവർത്തനമൊന്നും അവിടെ അരങ്ങേറുന്നത് ഞങ്ങളാരും കണ്ടില്ലല്ലോ. പിന്നെ പ്രസ്ഥാനത്തെ തകർക്കുന്ന കാര്യം അത് പറഞ്ഞല്ലോ. തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന സാധനത്തെ ഇനി ആരെങ്ങനെയിട്ട് തകർക്കുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? തോറ്റാൽ എല്ലാം തോറ്റു എന്നോ, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ ജയവും പൂർത്തിയായി എന്നോ ഒന്നും കരുതുന്നവരല്ല ഞങ്ങള്. അപ്പൊ ഈ തോറ്റതൊന്നും ഒരു തോൽവി അല്ലായിരുന്നു. തോൽവി ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്ന് സാരം അല്ലേ? ഇത്രയും ഭൂലോക തോൽവികളെ ഒന്നിച്ച് വഹിക്കുന്ന ആ പ്രസ്ഥാനത്തിന് മഹാതോൽവി എന്നല്ലാതെ വേറെ എന്ത് പേരിടാനാ മാസ്റ്ററെ? അപ്പൊ 102 സീറ്റ് നേടി ജയിച്ചത് ഒരു ജയമല്ല, 35 സീറ്റ് നേടി അധപ്പതിച്ചത് ഒരു അധപ്പതനമല്ല. പിന്നെ എത്രയോ തോൽവി കണ്ടവരാണ്. ഏറ്റവും കൂടുതൽ തോൽവിയുണ്ടായേ. ഇനി തോക്കാൻ കാവിലെ പാട്ട് മത്സരങ്ങളൊന്നും ബാക്കിയില്ല മാസ്റ്ററെ. ഈ മൈക്കും ചെണ്ടയൊക്കെ എടുത്തുകൊണ്ട് റോഡിലിറങ്ങി ഇങ്ങനെ കണ്ഠക്ഷോഭം നടത്തേണ്ട എന്തെങ്കിലും സാഹചര്യം ഇവിടെ ഉണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഇതിന് വല്ല വിലയും തരുമോ? ആസനത്തിൽ മുളച്ച ആലിന്റെ തണലിൽ ഇരുന്ന് ഇങ്ങനെ കാറ്റുകൊള്ളാൻ തുടങ്ങല്ലേ മാസ്റ്ററെ. ഇനി ഞങ്ങൾ ഇതിൽ നിന്ന് അതിശക്തിയായിട്ട് കുതിരിച്ചാടി മുന്നോട്ടേക്ക് വരും, വിജയത്തിലേക്ക്. കുതിറി ചാടുന്നതൊക്കെ കൊള്ളാം, ബാക്കിയുള്ളത് ഒരു തരിയ. ആ ബോധം മനസ്സിൽ വെച്ചോണ്ടേ കുതിറി ചാടാവൂ. പിന്നെ കുതിറി ചാടുന്ന സമയത്ത് ആ സൈഡിലേക്ക് ഒതുക്കി വെക്കണം. എന്തോന്ന് അപ്പക്കുട്ടെ, സൈഡിലേക്ക് മാറ്റി വെക്കണേ, പൂഴി വീഴും. അതാ പ്രധാന വാർത്തയുടെ തലക്കെട്ട് ED ആക്രമിച്ചു എന്നാണ്. ആഹാ, MV ഗോവിന്ദന് ശേഷമുള്ള താത്വികൻ എത്തിയല്ലോ. ED ആരും ആക്രമിച്ചിട്ടില്ല. ഇല്ല, EDക്ക് നേരെ നടന്നത് രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമമാണ്. അതിലിവിടെ ആർക്കാ സ്വരാജണ്ണ സംശയം? ആർക്കാ സംശയം? അന്വേഷണ സംഘം സഞ്ചരിച്ച കാറുകളുടെ ടയറിൽ പൊടി പറ്റാതിരിക്കാനും മഴയെങ്ങാനും പെയ്താൽ ആ വണ്ടിയിലൊന്നും വെള്ളം നനയാതിരിക്കാനും സ്വന്തം ശരീരങ്ങളും ആരോഗ്യങ്ങളും പോലും നോക്കാതെ അന്തങ്ങൾ നടത്തിയ ഒരു സാഹസിക മോഡൽ സുരക്ഷാ പ്രവർത്തനമല്ലായിരുന്നോ അത്? കണ്ടു നിന്നവരൊക്കെ അതിനെ ആക്രമണമായിട്ട് തെറ്റിദ്ധരിച്ചാൽ സ്വരാജണ്ണൻ എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലേ ഉദിച്ചു വരുന്ന താത്വികാചാര്യ? അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ഭീഷണിയുടെ ശബ്ദം ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് കേട്ടോ. EDക്ക് നേരെ നടന്നത് ആക്രമണമല്ല. ആക്രമണം ഇങ്ങനെയൊന്നും അല്ല. വെട്ടി കഷണങ്ങളാക്കുന്ന ആക്രമണത്തെ പറ്റി നിങ്ങൾക്കറിയാമോ? കൊട്ടേഷൻ കൊടുത്തുള്ള ആക്രമണത്തെ പറ്റി നിങ്ങൾക്കറിയാമോ? ഒന്നും വേണ്ട, വോട്ട് കൊടുത്ത് 10 വർഷം കസേരയിൽ ഇരുത്തിയ ജനങ്ങളോട് കാണിച്ച അക്രമങ്ങളെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെയാണ് അക്രമങ്ങൾ. അന്വേഷണ സംഘം സഞ്ചരിച്ചിരുന്ന ടാക്സിക്കാരന്റെ ചില്ലുകൾ ഇഷ്ടിക കൊണ്ട് അടിച്ചു തകർത്തത് അക്രമത്തിന്റെ ഒന്നും കൂടെ കൂട്ടാൻ കഴിയില്ല. ഇതൊക്കെ ചെറുത് അല്ലേ സ്വരാജ് സഖാവേ? ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. ഓ, അപ്പൊ കണ്ടവരുടെയൊക്കെ കയ്യിൽ ഭൂതക്കണ്ണാടി ഇല്ലാതിരുന്നതാണ് പ്രശ്നം. ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ഒരു അക്രമവും കാണാൻ സാധിക്കില്ലായിരുന്നു അല്ലേ? ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. തക്ക സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഭൂതക്കണ്ണാടി ഇല്ലാതെ പോയി. അടുത്ത തവണ കരുതിക്കോളാം കേട്ടാ. ഉടനെ ഉണ്ടാകുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ പ്രതികരണം. ED ഇപ്പൊ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചു എന്നാണല്ലോ അണ്ണ അറിഞ്ഞത്. നിങ്ങളുടെ ചെറിയ പ്രതികരണം പോലെ ആയിരിക്കില്ല അവരുടെ ചെറിയ പ്രതികരണം, അതും കൂടെ ഓർത്തു വെച്ചോ. KSUക്കാരുടെ കരിങ്കൊടി കണ്ടപ്പോൾ പെടലി ഒടിഞ്ഞതുപോലെ ചെറുതായിട്ട് വീണച്ചേച്ചി ഒന്ന് പ്രതികരിച്ചതിന്റെ ഫലമാണ് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത്. അതായത് നിങ്ങളുടെ ഈ ചെറിയ പ്രതികരണങ്ങളെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നു.
തുടരണം അണ്ണാ. ഇത്തരം പ്രതികരണങ്ങൾ നിങ്ങൾ ഇനിയും തുടരണം. നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയിലെ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയ ആ കാർ നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അത്രയ്ക്കൊന്നുമില്ല. നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് പ്രതികരിച്ചതാണെന്നാണല്ലോ ഇപ്പം സ്വരാജെണ്ണം പറഞ്ഞത്. എല്ലാവരും മാറ്റി മാറ്റി സംസാരിക്കാതെ ഒരുപോലെ ഡയലോഗുകൾ പറ, നാട്ടുകാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ. കാരണം ഞങ്ങളാരും കണ്ണു തുറന്ന് സംഭവിച്ചതൊന്നും കണ്ടില്ലായിരുന്നല്ലോ. നിങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണമല്ലോ ഞങ്ങൾ കാര്യങ്ങൾ അറിയാൻ. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അപ്പൊ ഇക്ക പറഞ്ഞു വരുന്നത് കാറിന് നല്ല രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നാ. അതിപ്പോ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞു. ബാക്കി തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഓ, ടാക്സി ഡ്രൈവർ ഒരു തൊഴിലാളിയാണ്. അപ്പോൾ തൊഴിലാളിക്ക് പരിക്കേറ്റതിൽ അവർക്ക് വിഷമമുണ്ടെന്ന് കേട്ടോ. ഓ, അത് പരിഹരിക്കേണ്ട ധാർമ്മികതയുണ്ട്. ധാർമ്മികത എന്ന വാക്കൊക്കെ പരിചയമുണ്ടല്ലേ കൊച്ചു കള്ള. അപ്പോൾ ആ ടാക്സി ഡ്രൈവർ അയാളുടെ തൊഴിൽ ചെയ്യുകയായിരുന്നു. അങ്ങനെ തൊഴിലാളി. ഇനി ആ ED ഉദ്യോഗസ്ഥർ ചെയ്തത് എന്താ? അവരുടെ തൊഴിൽ അല്ലേ അവർ ചെയ്തതിക്ക? അവർ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു നേരം പോക്കിന് വന്ന് റെയ്ഡ് ചെയ്തത് അല്ലേ? അങ്ങനെ പറയിക്ക. അവരുടെ പരുക്കിൽ നമുക്ക് ധാർമ്മികത ഇല്ല എന്ന് പറ. നമ്മുടെ നിലവാരം കീപ്പ് ചെയ്ത് സംസാരിക്കുക. അദ്ദേഹത്തെ CPIMന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി അടിച്ച് പഞ്ചറാക്കിയിട്ട് ആ തൊഴിലാളിക്ക് പരിക്കേൽപ്പിച്ചിട്ട് വിളിച്ച് ആശങ്കകൾ കേൾക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്ത നല്ല സഖാക്കൾ. തൊഴിലാളി വർഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന എത്ര നല്ല നയമാണത്. നാറ്റം അടിച്ചിട്ട് മൂക്ക് നിറയുന്നു. അടുത്ത ക്യാപ്സ്യൂൾ വാഹകനും എത്തി. റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവർ പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? അല്ലണ്ണ, അവരൊട്ടും പക്വത കാണിച്ചില്ല. റെയ്ഡും കഴിഞ്ഞ് ആ വീട്ടിലുള്ള ആഹാരവും കഴിച്ച് TV-യിൽ ഏതെങ്കിലും ഒരു നല്ല സിനിമയിട്ട് കണ്ട് അത് കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങേണ്ട ED ഉദ്യോഗസ്ഥരല്ലേ? അവർ ഈ റെയ്ഡ് കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറി മടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? അവരല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. ചിറ്റപ്പൻ പറഞ്ഞതാ പോയിന്റ്, മറ്റാരും പറയാത്ത പോയിന്റ്. ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത് ED ഉദ്യോഗസ്ഥരാ. അവരുടെ ജോലി ചെയ്തതും അവർ ജോലി ചെയ്തിട്ട് മടങ്ങിയതും ഒക്കെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. കാറുമെടുത്തു പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? ഗാന്ധിയന്മാര് നിങ്ങൾ അങ്ങനെ അതും കേട്ട് എത്ര പ്രകോപനം ഉണ്ടാക്കിയാലും ക്ഷുഭിതരാകുന്നത് ഗാന്ധിയന്മാർക്ക് ചേർന്ന ഗുണമാണോ മഹാത്മാവേ? കുറെ കൊച്ചു ഗാന്ധിയന്മാർ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടത്തിയ സ്വാഭാവിക പ്രതികരണങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? തലച്ചോറാണോ തലച്ചേറാണോ തലയ്ക്കുള്ളിൽ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ED-യാണ് പ്രശ്നങ്ങൾ അത്ര ഉണ്ടാക്കിയതും കാറ് തല്ലി പൊട്ടിച്ചതും മുദ്രാവാക്യം വിളിച്ചതും എല്ലാം. നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടതെല്ലാം AI ആയിരുന്നു. അതല്ലേ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞല്ലേ ഏറ്റപ്പാ? മതിയായല്ലോ. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതിൽ കൂടുതൽ കേൾക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ ഗാന്ധിയാ.